ഓം ശാന്തി. വളരെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങകലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആര്യ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി. അവൾ ആധ്യാത്മികമായ കാര്യങ്ങളിലെല്ലാം വളരെ ജാഗരൂകമായിരുന്നു. അവൾ വളരെയധികം ശ്രദ്ധയോടെ ഭക്തിയോടെ ഈശ്വരനെ ഓർമ്മിച്ചു കൊണ്ടിരുന്നു. ചെയ്യേണ്ട രീതിയിൽ തന്നെ, അതായത് നിയമിത രൂപത്തിൽ തന്നെ, വിധിപ്രകാരം തന്നെയാണ് ആ കുട്ടി ഈശ്വരനെ ഓർമ്മിച്ചു കൊണ്ടിരുന്നതും ഈശ്വരനെ സ്നേഹിച്ചതും. അങ്ങനെ ഒരു ദിവസം അവരുടെ ഗ്രാമത്തിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആളുകളെല്ലാം ഭയന്ന് ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ ആര്യയുടെ വീട് ഒരു നദിയുടെ തീരത്തായിരുന്നു നിലനിന്നിരുന്നത്. എല്ലാവരും പറഞ്ഞു, ഓടിക്കോളൂ ഓടിക്കോളൂ, നിങ്ങൾ ഓടിക്കോ, ഇവിടുന്ന് പൊയ്ക്കോളൂ, വളരെ അപകടകരമായ സാഹചര്യം വരികയാണ്. ഇതെല്ലാം കേട്ടിട്ടും ആളുകളെ പോലെ പരിഭ്രാന്തരാകാതെ നമ്മുടെ ആര്യ വളരെ ശാന്തയായി. ആര്യ പറഞ്ഞു, എനിക്ക് എൻ്റെ ബാബയിൽ വിശ്വാസമുണ്ട്. ബാബ എനിക്ക് എന്നും ഒരു ഛത്രഛായയാണ്. ആ ഭഗവാന്റെ കുടക്കീഴിനുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. എപ്പോൾ ബാബ എൻ്റെ കൂടെയുണ്ടോ, ഞാൻ പിന്നെ ഭയക്കുന്നത് എന്തിനാണ്? ഇത് പറഞ്ഞുകൊണ്ട് അവർ വീടിനുള്ളിൽ തന്നെ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരുന്നു. നല്ലതുപോലെ ഡീപ്പായി മെഡിറ്റേറ്റ് ചെയ്തു. നോക്കൂ, നാലുപാടും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം പരക്കം പായുകയാണ്. ആ സമയത്ത് ആര്യയുടെ വീടിന് ചുറ്റും ഒരു അദൃശ്യമായ ഒരു സുരക്ഷാ വലയം രൂപപ്പെടുകയായിരുന്നു. അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല. ആര്യ ഒന്നും ചെയ്തില്ല. അവൾ ശാന്തമായി നിശബ്ദമായി തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ നിലയ്ക്കാൻ തുടങ്ങി. പല സ്ഥലത്തേക്ക് ഓടിപ്പോയ ആളുകളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. അവർ കണ്ടത് എന്താണ്? ആര്യയുടെ വീടിന് യാതൊരു തകരാറ് സംഭവിച്ചിട്ടില്ല. പരിപൂർണമായും തന്നെ ആ വീട് സുരക്ഷിതമായിരിക്കുന്നു. ആര്യയാണെങ്കിലോ വളരെ ശാന്തചിത്തയായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ആളുകൾ ചോദിച്ചു, ഇതെന്ത് മറിമായമാണ്? എങ്ങനെ സംഭവിച്ചു ഇത്? ഉടൻ തന്നെ ആര്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഭഗവാന്റെ ഓർമ്മയിരിക്കുന്നതിലൂടെ പരിതസ്ഥിതികളാകുന്ന സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമായി തീരും. ഇത് ശാന്തമായി തീരും. അത് ഈശ്വരന്റെ ഓർമ്മയ്ക്ക് അത്രയധികം ശക്തിയുണ്ട്. ഇന്ന് സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്ന വരദാനമാണ് ബാബയുടെ ഛത്രഛായയ്ക്ക് താഴെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും താമരപ്പൂവിനെ പോലെ വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കുന്നതായി ഭവിക്കും. ഭഗവാന്റെ ഛത്രഛായയ്ക്ക് താഴെ ഏതൊരു പരിതസ്ഥിതിയിലും താമരപ്പൂവിനെ പോലെ ഡിറ്റാച്ച് ആയിരിക്കും. എന്നാൽ അവിടെ നമ്മൾ നിൽക്കുകയും വേണം, എന്നാൽ മനസ്സുകൊണ്ട് ഡിറ്റാച്ച് ആയിരിക്കും വേണം. സംഗമയുഗത്തിൽ എപ്പോഴാണോ നമ്മൾ സേവാധാരികളായി മാറുന്നത്, ബാബയുടെ സേവനം ചെയ്യുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ബാബയുടെ ഛത്രഛായ കുട്ടികൾക്ക് എന്നും ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് സുരക്ഷിതത്വത്തിന്റെ സേവ. നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ നിമിത്തമാകുമ്പോൾ നമ്മുടെ ആവശ്യം വരുമ്പോൾ ഭഗവാനും നമ്മുടെ സേവനത്തിന് നിമിത്തമാകും. ഇതുപോലെ ഒരു കുടക്കീഴ് പോലെ നമ്മൾ ഓർമ്മിച്ചാൽ മതി. ഒരു സെക്കൻഡിൽ ഓർമ്മിക്കുക, ഭഗവാൻ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ആ ഓർമ്മ ആ സമീപതയുടെ അനുഭവം ചെയ്യിക്കും. അപ്പോ ഈ ഓർമ്മയുടെ ഛത്രഛായയിൽ ഇരിക്കുമ്പോൾ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് താമരപ്പൂവിനെ പോലെ വേറിട്ടും എന്നാൽ അത്ര തന്നെ പ്രിയപ്പെട്ടും ഇരിക്കുവാൻ കഴിയുന്നു. ഒരു തരത്തിലുള്ള പരിശ്രമവും അവിടെ ചെയ്യേണ്ടതായി വരുന്നില്ല. ഈശ്വരനാകുന്ന അച്ഛനെ കൂടെ വെക്കൂ, കൂടെ കൊണ്ടുവരൂ, സ്വസ്ഥിതിയിലിരിക്കൂ, സ്വസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യൂ. ഏതൊരു തരത്തിലുള്ള പരിതസ്ഥിതികളാണെങ്കിലും ഓട്ടോമാറ്റിക്കലി പരിവർത്തനപ്പെടുക തന്നെ ചെയ്യും. അപ്പോ ഈ വരദാനം നമ്മളെ പഠിപ്പിക്കുന്നത് ഓർമ്മയുടെ ശക്തിയിലൂടെ സദാ ഭഗവാൻ തന്റെ കൂടെയുണ്ട് എന്നുള്ള അനുഭവം ചെയ്യുക. The moment a soul remembers the God, it immediately feels his protective presence. എപ്പോഴെല്ലാം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്ന സെക്കൻഡ് നമുക്ക് ഫീലിങ്സ് ഉണ്ടാകും, ബാബ കൂടെയുണ്ട്, ബാബ എന്നെ ഹെൽപ്പ് ചെയ്യും.
ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഭയം വരുമ്പോൾ ആ കുഞ്ഞെന്ത് ചെയ്യും? പെട്ടെന്ന് തൻ്റെ അമ്മയെ ഓർമ്മിക്കും, അല്ല അച്ഛനെ ഓർമ്മിക്കും. ആ ഓർമ്മിക്കുന്ന നിമിഷം തന്നെ കുട്ടിക്കൊരു സുരക്ഷിത ബോധം വരും. എൻ്റെ അമ്മ ഓടി വരും, എൻ്റെ അച്ഛൻ ഓടി വരും. അതേപോലെ നമുക്കും ഒരു പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സ്മൃതി മതി, ഈശ്വരൻ്റെ ഒരു ഓർമ്മ മതി, പെട്ടെന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ മാറുകയും നമ്മൾക്ക് പെട്ടെന്ന് ശാന്തിയുടെ ഫീലിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി താമരപ്പൂവിനെ പോലെ വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കും. ലൈക്ക് എ ലോട്ടസ് റിമെയിൻ അൺടച്ച്ഡ് ഡിസ്പൈറ്റ് ബീങ് ഇൻ മഡ്, സ്റ്റേ ഡിറ്റാച്ച്ഡ് ആൻഡ് പ്യുവർ അഡ്മിസ് ചാലഞ്ചസ്. ഏതൊരു സാഹചര്യ നടുവിലും നമ്മൾ ചെളിയിൽ സ്പർശിക്കാതെ ചെളിയിൽ നിന്നും വേറിട്ടിരിക്കുന്ന താമരപ്പൂവിനെ പോലെ നമ്മൾ നമ്മുടെ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യും. ഉദാഹരണം, നമ്മുടെ കർമ്മമണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഓഫീസുകളിൽ എന്തെങ്കിലും ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്, നകാരാത്മകമായ സിറ്റുവേഷൻസ് ഉണ്ടാകാം. ആയിക്കോട്ടെ, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, എല്ലാ വ്യക്തികളും ഒരുപോലെയൊന്നുമല്ല. അപ്പൊ ടെൻഷൻ വരാം, നെഗറ്റീവ് തോട്ട്സ് വരാം. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ ഒരു വ്യക്തിയെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, തമാശ പറഞ്ഞാൽ മതി, എല്ലാവരും നല്ല ഹാപ്പി മൂഡിലേക്ക് വരും. അപ്പൊ പ്രോബ്ലം അവിടെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്താൽ മതി? ഒരാളുടെ ഒരു പുഞ്ചിരി മതി, ഒരു ചെറിയൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി, പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം ചേഞ്ച് ആക്കാൻ സാധിക്കും. ഇനി മറ്റു പ്രത്യേകത എന്താണ്? പരിതസ്ഥിതിയെ നമ്മൾ അനുകൂലമാക്കി മാറ്റുക. സാഹചര്യങ്ങൾ വരും പോകും എന്ന് കരുതി ഞാൻ അതിനനുസരിച്ച് മാറേണ്ട ആവശ്യമില്ല. പ്രോബ്ലം എന്തുമായിക്കൊള്ളട്ടെ, ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്ഥിതിയെ ഈശ്വരന്റെ ഓർമ്മയിൽ സ്റ്റേബിളായി സ്റ്റഡിയായി മെയിൻറ്റെയിൻ ചെയ്യുക. ഉദാഹരണം, ഇപ്പൊ പരീക്ഷ വരുമ്പോൾ ഞാൻ തോറ്റുപോകുമോ എന്ന് ചിന്തിക്കുന്നതിനാ? ഞാൻ തോറ്റുപോകുമോ എന്ന് ചിന്തിക്കുന്ന പകരം അത്ര ആത്മവിശ്വാസത്തോടു കൂടി അതിനെ നേരിടുക, മുൻപോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥിതി ശക്തിയിലേക്ക് പരിവർത്തനപ്പെടും. ഇനി നമുക്കൊരു കാര്യത്തിലും കൂടുതലായിട്ട് പരിശ്രമിക്കേണ്ടതായി വരുന്നില്ല. സ്ഥിതി നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴാണോ സ്വയം ഭഗവാനെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള അനുഭവം ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും അനാവശ്യമായ പരിശ്രമം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ നമ്മളൊരു ദൂരയാത്ര പോകും, ദുർഘടമായ യാത്രയ്ക്ക് പോകും, ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് ഈസി ആയിരിക്കും യാത്ര. അതേപോലെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഒരു വഴികാട്ടിയായി ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് കഠിനമായ സാഹചര്യത്തിലൂടെ മുൻപോട്ട് പോകാനും ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും വഴി കാണിക്കുക തന്നെ ചെയ്യാം. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്വസ്ഥിതിയിലിരിക്കുക എന്നുള്ളതാണ്. സ്വസ്ഥിതിയിലിരിക്കുക. വെൻ ദ സോൾ റിമൈൻ സ്റ്റെബിലൈസ്ഡ് ഇൻ ഒറിജിനൽ നേച്ചർ. എൻ്റെ സ്വസ്ഥിതി എന്താണ്? ശാന്തി, സ്നേഹം, ആനന്ദം. ഈ ഒരു അവസ്ഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ബാഹ്യമായ ലോകത്തിന്റെ ഒരു സാഹചര്യങ്ങളും നമ്മളെ ബാധിക്കുകയില്ല. ഉദാഹരണത്തിന്, ആരെങ്കിലും ഒരാളെ നമ്മളിപ്പോൾ അവമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ എന്താണ്? ആത്മസ്വരൂപത്തിലിരിക്കും. അവരപമാനിച്ചു, ഒക്കെ അത് അവരുടെ ജോലി. ഞാൻ ആക്ച്വലി ശാന്തസ്വരൂപാത്മ. അപ്പൊ നമ്മുടെ ഉള്ളിൽ അവരെ പ്രതി ഒരു കരുണാഭാവം ഉത്പന്നമാവും. അല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നതിന് പകരം, പൊട്ടിത്തെറിക്കുന്നതിന് പകരം അവരെയും ഒരു പോസിറ്റീവായ ദൃഷ്ടിയോടുകൂടി നോക്കാനുള്ള കേപ്പബിലിറ്റി ഈ പ്രാക്ടീസിലൂടെ നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഛത്രഛായ എന്നും നമുക്കൊരു സംരക്ഷണ കവചമാണ്. ദ റിമംബറൻസ് ഓഫ് ദ ഗോഡ്, ദ ഫാദർ ആക്ട്സ് ലൈക്ക് എ മെന്റൽ ഷീൽഡ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം നെഗറ്റിവിറ്റി. ആ ഛത്രഛായയ്ക്ക് ഉള്ളിൽ നമ്മൾ എപ്പോഴും സുരക്ഷിതരായി. ഉദാഹരണം, നല്ല മഴ പെയ്യുമ്പോൾ കുട പിടിക്കാറില്ല. ഇങ്ങനെ കുട ഉപയോഗിക്കുന്നത് മഴവെള്ളം നമ്മുടെ മേത്ത് വീഴാതിരിക്കാം. മഴ നിർത്താൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഒന്ന് റെയിൻകോട്ട് ഇടും, അല്ല കുട ഉപയോഗിക്കും. ആ കുടക്കിനുള്ളിൽ മഴ വരില്ല, അതിനകത്ത് നമ്മൾ സുരക്ഷിത. പക്ഷെ പുറത്ത് മഴയുണ്ട് താൻ. അതുപോലെ ഒരു ഈശ്വരീയമായ ഛത്രഛായ നമ്മുടെ മനസ്സിനെ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും എല്ലാം മോചിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വരദാനത്തെ പ്രാക്ടീസിൽ കൊണ്ടുവരും. ഭഗവാന്റെ ഛത്രഛായയ്ക്ക് താഴെയാണ് ഞാനെന്നുള്ള അനുഭവം ചെയ്യും. ഓം ശാന്തി.